ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആ വീഡിയോ. ഇന്ന് ഞങ്ങൾ വാലിബനെയും കൊണ്ട് തിരുവനന്തപുരം മൃഗശാല കാണാൻ പോവുകയാണ്. മൃഗശാലയുടെ മതിലിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങൾ കൊണ്ട് മതിൽ മനോഹരമാക്കിയിരിക്കുന്നത് കാണാം. നിങ്ങളിപ്പോൾ കാണുന്നതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ മ്യൂസിയം കോമ്പൗണ്ടിനുള്ളിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. കാറിന് 150 രൂപയാണ് പാർക്കിംഗ് ഫീ. കാർ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ മൃഗശാലയിലേക്ക് നടന്നു. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. ടിക്കറ്റ് കൗണ്ടർ അതിനടുത്ത് തന്നെ കാണാൻ പറ്റും. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്ത ഉടനെ തന്നെ വാലിബൻ ജോലി തുടങ്ങി. സ്കൂളിൻ്റെ സമയം ക്ലോസ് ആയി. ഇനി സൂയിൽ പോകണം. പിന്നെ നമുക്ക് കാണിക്കാൻ ഇഷ്ടംപോലെ ആനിമൽസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ? ബൈ. ഇത് സൂവിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ചെക്കിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും തന്നെ നമുക്ക് മൃഗശാലയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് സൂവിനുള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞു. ടിക്കറ്റ് പരിശോധന ഇവിടെയാണ് നടക്കുന്നത്. തുടക്കത്തിൽ തന്നെ കുറച്ച് കാട്ടുപോത്തുകളെ കണ്ടു. കുരങ്ങുകൾക്ക് വേണ്ടിയുള്ള ഏരിയയിൽ 1-2 കുരങ്ങന്മാരെ മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. പുറത്ത് ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും മൃഗശാലയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ വന്നാൽ മനസ്സിലാകും. കഴുകന്മാർക്ക് വേണ്ടി മാത്രം ഒരു വലിയ കൂട് ഇവിടെ ഉണ്ട്. കഴുകൻ്റെ കൂട്ടിനടുത്ത് തന്നെ മുതലകളെയും കാണാം. മൃഗശാല നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ഇലക്ട്രിക് കാർ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊക്കുകൾക്ക് വേണ്ടി മാത്രം ഒരു വലിയ കൂട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ തന്നെ മരച്ചില്ലയിൽ ഇരിക്കുന്നവരും തറയിലിരിക്കുന്നവരും അവിടെ മീൻ പിടിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. അടുത്തതായി ഞങ്ങൾ പോയത് നീർനായയെ കാണാനാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. ഒരു കൂട്ടം നീർനായകൾ വെള്ളത്തിൽ കളിച്ചുല്ലസിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു.
ഇതാണ് ജൈൻറ്റ് ബാംബു അല്ലെങ്കിൽ ഡ്രാഗൺ ബാംബു. ഈ ഭീമൻ മുള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുള ഇനങ്ങളിൽ ഒന്നാണ്. ദാ ഇവിടെ തന്നെ പല നിറത്തിലും വലുപ്പത്തിലുമുള്ള ധാരാളം മുളകൾ വേറെയുമുണ്ട്. പന്നിക്കരടി അല്ലെങ്കിൽ തേൻ കരടിയാണിത്. ഉഷ്ണത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനായി കൃത്രിമ മഴ തന്നെ അവർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നാഗഗന്ധി അഥവാ നാഗലിംഗം എന്നറിയപ്പെടുന്ന വൃക്ഷം. ഇതിലെ പൂവ് കാണാൻ വളരെ വ്യത്യസ്തവുമാണ്. കാട്ടിലെ രാജാവ് ഒട്ടും ഗാംഭീര്യം കുറയാതെ തന്നെ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഉച്ചമയക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് യമുവിനെ നമുക്കിവിടെ കാണാം. വലിപ്പം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന കുറച്ച് ഹിപ്പോ കുട്ടന്മാരെ ഇവിടെ കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തിരക്കിലായതിനാൽ അവരാരെയും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. പെട്ടെന്നാണ് റൈനോയെ കണ്ട സന്തോഷത്തിൽ വാലിബൻ ഓടി വന്നത്. മ്ലാവുകളും മാനുകളും കൃഷ്ണമൃഗവുമൊക്കെ അടുത്തായി തന്നെ കാണാൻ കഴിഞ്ഞു. ഒരു കൂട്ടം കൃഷ്ണമൃഗത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. പന്നിമാൻ അല്ലെങ്കിൽ ഹോഗ് ഡിയറിനെയാണ് ഇവിടെ കാണുന്നത്. പുള്ളിമാനുകൾ കൂട്ടമായി നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ വളരെ രസമായിരുന്നു. ഭീമാകാരന്മാരായ ഗൂറുകളും ഇവിടെയുണ്ട്. ഇത്രയും നേരം നടന്നിട്ടും തോന്നാത്ത ക്ഷീണം ടീ സ്റ്റോൾ കണ്ടപ്പോൾ തോന്നി. ഇനി ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി കാഴ്ചകൾ. ബംഗാൾ കടുവയെയും വെള്ളക്കടുവയെയും ഇതാ അടുത്തടുത്തായി തന്നെ നമുക്ക് കാണാം. വാലിബനെയും കൂട്ടി ചിത്രശലഭ പാർക്കിലേക്കാണ് അടുത്തതായി പോയത്. പല തരത്തിലുള്ള ചിത്രശലഭങ്ങളെ അവിടെ കാണാൻ കഴിഞ്ഞു. വ്യത്യസ്തമായ ഒരു മണി പ്ലാന്റ് ദാ ഇവിടെ ഉണ്ട്. മുള്ളൻ പന്നികളുടെ ഒരു കൂട്ടം തന്നെ ദാ ഇവിടെയുണ്ട്. വർണ്ണ ചിറകുകളുള്ള തത്തകളെയാണ് അടുത്തതായി കണ്ടത്.
തെക്കേ അമേരിക്കൻ സ്വദേശിയായ റിയയെ ഇവിടെ കാണാം. ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടക പക്ഷിയെയും കണ്ടിട്ട് ഞങ്ങൾ ഉരകങ്ങളെ കാണാനായി പോയി. റെപ്റ്റൈൽസിന് വേണ്ടി മാത്രം വ്യത്യസ്തമായ ഒരു കൂടാരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മടങ്ങുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.